ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫേസ് നന്നായി പ്രെപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള മാസിൻ്റെ ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് നമ്മുടെ നോസിൻ്റെ രണ്ട് സൈഡിൽ, അതുപോലെ തന്നെ ചീക്സിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഓപ്പൺ പോഴ്സ് ഉള്ള കാരണം തന്നെ നമ്മൾ പ്രൈമർ എന്തായാലും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പൺ പോഴ്സൊക്കെ അവിടെ വിസിബിളായിട്ട് കാണും. അതിനുശേഷം നൈക്കയുടെ ഒരു ഫൗണ്ടേഷനാണിത്. ഇതെൻ്റെ സ്കിൻ ടോണിന് മാച്ച് ഇതാണ്. അത് നന്നായിട്ടൊന്ന് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ഫേസിൽ, അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡർ എടുത്തിട്ട് ബ്ലെൻഡറിലും ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒന്നും കൂടെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഈസിയായിട്ട് ബ്ലെൻഡ് ചെയ്യും. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മൾ ഒരു സൈഡ് ബ്ലെൻഡാക്കി വരുമ്പോഴേക്കും മറ്റേ സൈഡ് ഡ്രൈ ആവും, പിന്നെ അത് പാച്ചി ആയിട്ട് നിൽക്കും, പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ആവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. പിന്നെ എങ്ങനെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറ്റായിട്ടുള്ള സ്പോഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ബ്ലെൻഡ് ആവാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം ഞാൻ കണ്ണിൻ്റെ മേലെ കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ പാലറ്റിൽ നിന്നുള്ള ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡർ വെച്ചിട്ട് എക്സസ് ഉള്ളതൊക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. അതിനുവേണ്ടി ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് ട്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ, ഒരു റൂബി കളറായിട്ടുള്ള എൻ്റെ കയ്യിൽ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്പ് ലൈനർ ഉണ്ട്. അതായിട്ടാണ് ഞാനിന്ന് കണ്ണെഴുതാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് വാലൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം രണ്ട് കണ്ണിലും ഇതേപോലെ എഴുതിയതിന് ശേഷം ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ഐലൈനറായിട്ട് എഴുതിയ പോലെ നിൽക്കരുത്, കുറച്ചൊന്ന് ബ്ലെൻഡ് ഔട്ടായിട്ട് നിൽക്കണം. അത് കാരണം നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും കളർഫുള്ളായിട്ടുള്ള കാജൽ യൂസ് ചെയ്യുമ്പോൾ അതിനൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഞാൻ ബ്ലാക്ക് ഐലൈനർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബോർഡർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ബോർഡർ കൊടുക്കുമ്പോൾ നമുക്ക് കണ്ണിനൊരു നാച്ചുറൽ ലുക്കും കണ്ണെടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നോർമൽ ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മേയുടെ ഒരു ഐലൈനർ എടുത്ത് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് കണ്ണെഴുതി കൊടുക്കുന്നു. എപ്പോഴും എഴുതുന്ന പോലെ ഹെവി ആയിട്ടൊന്നും എഴുതുന്നില്ല, ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്താ ബ്ലഷ്. ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഷും ലിപ്സ്റ്റിക്കും ഇട്ട് ഇറങ്ങുന്ന ഒരാളാണ്. ബ്ലഷ് മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഒരു ബ്ലഷിൻ്റെ ഇതാണ്. അതെടുത്തിട്ട് ബ്ലഷ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം ഫേസിൽ മുഴുവനായിട്ട് കോമ്പാക്ട് പൗഡർ ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതൊന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഇല്ലുമിനേറ്ററാണ്. അതായത് നമ്മുടെ ഹൈലൈറ്റർ നന്നായിട്ടൊന്ന് ചീക്സിലും അതുപോലെ തന്നെ നോസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഹൈലൈറ്ററും ഈ പറഞ്ഞ പോലെ ബ്ലഷ് പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് പിന്നെ മാസിൻ്റെ ഒരു ലിപ്പ് ലൈനർ ചോക്കോ ബട്ടർ എന്നുള്ള ഷെയ്ഡിലുള്ളത്. അത് നന്നായിട്ടൊന്ന് ഔട്ടർ ലൈൻ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ എന്തോ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്താലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇത് പിന്നെ വിനൈലിങ്ക്, മാബിലിൻ്റെ വിനൈലിങ്ക് ലിപ്പി എന്നുള്ള ഷെയ്ഡാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഗ്ലോ ആണ്, നമുക്ക് കിട്ടും തന്നെ തോന്നില്ല. പിന്നെ ഈ ഷെയ്ഡ് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെങ്കിലും ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെങ്കിലും നന്നായിട്ട് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഷെയ്ഡാണ്. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ ആരും തന്നെ റിഗ്രറ്റ് ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ടൂത്ത് പിക്കിൽ കാജൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതായിട്ട് ഒരു 2 ബോർഡർ കൊടുക്കുക. ബോർഡർ കൊടുത്തതിന് ശേഷം അതേ ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് ഇൻസൈഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ഇതിന്മേലുള്ള എക്സസ് ആയിട്ടുള്ള കരി, അത് കാജലെല്ലാം അതിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് അപ്ലൈ ആവും. ബിഗിനേഴ്സിനൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഈസി ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റുന്നൊരു ഹാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതെന്താ വെച്ചാൽ എൻ്റെ മൂക്ക് പറഞ്ഞാൽ അത്യാവശ്യം വിടുത്തുള്ള വിരിഞ്ഞ മൂക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ യൂസ് ചെയ്ത മാസിൻ്റെ ചോക്കോ ബട്ടർ ഷെയ്ഡിലുള്ള ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നോസ് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ
കഴുത്തിൻ്റെ 2 സൈഡിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് 2 ലൈൻ വരച്ച് കൊടുക്കുക. അതിന് ശേഷം നോസിൻ്റെ പോയിൻറ്റഡ് എൻഡിലും ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേലെയും ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് എന്നിട്ട് ഫിംഗറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലൈൻ ചെയ്യാത്ത മറ്റേ വൈറ്റ് ആയിട്ടുള്ള പോർഷൻസിൽ ഹൈലൈറ്റർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് ഷെയ്ഡ് കൺസീലർ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി കാണിക്കുക. അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഗ്ലോയും നാച്ചുറൽ ഫിനിഷും കിട്ടും. അപ്പോൾ ഇവിടെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.